ജിത്തോട്ടാ, ആ നിങ്ങളന്ന് കുറച്ച് പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇവിടെ എന്തോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ആ നിങ്ങൾക്ക് എന്തോ പേടിയാവുന്നുണ്ട്, ഉം, പ്രേതം പോലെ തോന്നുന്നുണ്ട് എന്നല്ല. ഉം. അത് വെറും തോന്നലല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചങ്ങായി, ഞാൻ കുറച്ച് നാളാച്ച് ഒന്നൊന്നര ആഴ്ചയായി ഞാൻ ഹൊറർ പടം തന്നെ കാണും. കണ്ടതായി രാത്രിയാവുന്ന സമയത്ത് പല ഒച്ചയും കേൾക്കും. എനിക്ക് ആ സമയത്ത് തോന്നി നിന്നെ വിളിച്ചു. ഞാനിതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചു. അപ്പോൾ ഈ വീടിനെ പറ്റി പല കഥകളും പുറത്തുണ്ട്. രാത്രി ഒറ്റക്കല്ലോട് വിടാ. ഞാൻ ഒലക്കയിലൊരു പടം കണ്ടിരുന്നു, ഒരു ഇംഗ്ലീഷ് പടം. അതാണെങ്കിൽ ഒടുക്കത്തെ പേടിപ്പിക്കുന്നേ. എനിക്ക് പേടിച്ച് തന്നെ വിളിച്ചാൻ. എൻ്റെ അമ്മോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പേടിക്കും. ഒരു 15 വർഷം മുമ്പ് ഈ വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയം. അപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഒരു 10-12 വയസ്സുള്ള കുറച്ച് കുട്ടികൾ. അപ്പോൾ അവന്മാർ നമ്മൾ ഈ മൂലക്കൊരു കിണർ കണ്ടില്ലേ, ആ കിണറിന് ചുറ്റും ഓടിക്കളിക്കുന്ന സമയം. അപ്പോൾ അതിലൊരു പയ്യൻ കാല് തെറ്റി കിണറ്റിലേക്ക് അങ്ങ് പോയി. ഈ കൂടി ഉണ്ടായ പയ്യന്മാരല്ലേ, ചെറിയ പിള്ളേരല്ലേ, പേടിച്ച് പറിച്ചിട്ട് ആരോടൊന്നും പറയാണ്ട് വീട്ടിലേക്ക് അങ്ങ് ഓടി. ഈ പയ്യന് വേണ്ടി അന്ന് രാത്രി മുഴുവൻ എല്ലാവരും തപ്പി, കിട്ടിയില്ല. രാവിലെയാണ് ഈ കിണറ്റിൽ ഈ ബോഡി കിട്ടുന്നത്. അതുവരെ ഈ പയ്യന്മാരൊരു അക്ഷരം കിട്ടില്ല. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ മോളിൽ നിന്ന് ഓടിക്കളിക്കുന്ന സൗണ്ട്, മുകളിൽ നിന്നാണോ അല്ല സ്റ്റെയറിൽ നിന്നാണോ? മോളിന്ന് ഈ സ്റ്റെയറിൽ എന്തോ വെച്ച് ചവിട്ടുന്ന പോലത്തെ ശബ്ദം ഞാൻ കേട്ടെ. പിള്ളേരാ അങ്ങോട്ട് ഓടി ഓടിക്കുന്ന ശബ്ദം, അതാ കേട്ടത്. അതേപോലെ കിണറ്റിൽ എന്താ കേട്ടത്? കിണറ്റിൽ എന്തോ ഒരു ബ്ലുങ്ങ് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടെ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ കുട്ടികൾ ഈ സ്റ്റെയർ കേസ് വഴി ഓടിക്കളിച്ചിട്ടുമുണ്ട്, ആ പയ്യൻ കിണറ്റിൽ വീണിട്ടുമുണ്ട്. ആ ചെക്കനായിരുന്നു.